പൊട്ടാ ഇത് പൊട്ടാ പൊട്ടാന്ന് വിളിച്ച് കേട്ട് 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 അത് കുട്ടിക്കാലം മുതലേ കേട്ട അതിൻ്റെ വിചാരം താൻ എന്താണ്? പൊട്ടനാണ്. അപ്പോൾ ആരോ കുട്ടാന്ന് വിളിച്ച പൊട്ടൻ തിരുത്തി തൊടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ പൊട്ടാ പൊട്ടാന്ന് വിളിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ തോന്നുന്നത്? താനൊരു കൊള്ളാത്തവനാണ്. അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്? കുട്ടികളെ ദൂഷിക്കരുത്. എപ്പോഴും എന്തെങ്കിലും അഹിതമായത് കാണിക്കുമ്പം വിളിച്ച് ശാസിച്ചോളൂ, പക്ഷെ അപമാനിക്കരുത്. എന്താണ് മനസ്സിലായില്ല? കുട്ടിയാണെങ്കിലും അതിനെ അപമാനിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? സംസാരിക്കുക. ഒരു പെറ്റ് വീണ ബോധ്യം വന്ന ഒരു 5-6 വയസ്സായ കുട്ടിയാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ആത്മാഭിമാനം ഉണ്ട്. അത് നമ്മൾക്കുള്ള മാതിരി ആവില്ലെങ്കിൽ അതിനെന്തുണ്ട്? അതിൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. താൻ ഇങ്ങനെയുള്ള ഒരാളാണെന്ന്, താൻ ഇങ്ങനെ ഒരാളാണെന്നൊരു തോന്നൽ ആ കുട്ടിയുടെ ഉള്ളിൽ വന്നു തുടങ്ങിയതാണ്. അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിന്ദിച്ച് അവഗണിച്ച് അപമാനിക്കരുത്. നമുക്ക് പറ്റാത്ത ദിക്കിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? അപമാനിക്കാതെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം. അല്ലാതെ എന്ത് ചെയ്യും? ആളുകളുടെ ഇടയിലിട്ടിട്ട് പരിഹസിക്കുക, നിന്ദിക്കുക, അപമാനിക്കുക. ഒരു കാലത്ത് ആ കുട്ടി നമ്മളെ പിന്നെ മറക്കില്ല. ഏതെങ്കിലും കാലത്ത് സൂക്ഷിച്ചോളൂ. അതിൻ്റെ കൈകൊണ്ടാവും ചിലപ്പം, ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞത്. അത് ഉള്ളിൽ എത്ര നമ്മളിനി എന്ത് പലഹാരം പിന്നെ കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ അന്നത്തെ അത് ഇപ്പോഴും ആലോചിച്ച് നോക്കും. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓരോരുത്തർ പറഞ്ഞ ഭാഗം ഓർമ്മയില്ലേ? ഇന്നലെ കേട്ടതോ? ആർക്ക്? അതൊക്കെ എപ്പോഴേ പോയി. പക്ഷെ അന്ന് ആ കുട്ടിക്കാലത്ത് 5-6 വയസ്സുള്ള കാലത്ത് 7-8 വയസ്സുള്ള കാലത്ത് നമ്മൾ നിന്ദിച്ചതും നമ്മളെ നിന്ദിക്കാതെ കണ്ട് പരിഗണിച്ചതൊക്കെ നമുക്ക് ഇപ്പോഴും നല്ലോണം നിശ്ചല്ലേ. അന്ന് ആ പരിഗണിച്ചവരോട് ഇപ്പോഴും നമുക്ക് എന്തുണ്ട്? അവരിന് ഏത് കൊലക്കേസിലെ പ്രതിയാണെങ്കിലും നമ്മളെന്ത് ചെയ്യും? അല്ല, എന്നാലും അദ്ദേഹം അത്ര അന്ന് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇനി പറയാൻ തോന്നിയില്ല. എന്തുകൊണ്ട്? അദ്ദേഹം നമ്മളോട് അത്ര നന്നായിട്ട് അന്ന് പെരുമാറിയിട്ടുണ്ടേ. ഇപ്പം അദ്ദേഹം എന്തെങ്ങനെ ചെയ്യാൻ കാരണം ചോദിച്ചാൽ നമുക്ക് നിശ്ചയില്ല എന്നൊരു തോന്നല്ലേ നമ്മളന്ന് ന്യായീകരിക്കണതേ. അദ്ദേഹം ആരായാലും നമുക്ക് നിശ്ചയില്ല. അപ്പം അതിന് കാരണം എന്താ ചോദിച്ചാൽ ആ കുട്ടിക്കാലത്തെ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ദിക്കുക, അപമാനിക്കുക, അവഗണിക്കുക, ഇല്ലെങ്കിൽ പരിഹസിക്കുകയും ആളുകളുടെ ഇടയിലിട്ട് നാണം കെടുത്തുകയൊക്കെ ചെയ്തവരെ നമ്മൾ എന്ത് ചെയ്യും? കണക്കാക്കി വെക്കും. ഉപദ്രവിക്കാനൊന്നും അല്ലെങ്കിലും അവരെ നമ്മൾ കണക്കാക്കി വെക്കും. അവരെ നമുക്ക് ഒരിക്കലും എന്ത് തോന്നില്ല? ബഹുമാനം തോന്നില്ല, ഉള്ളതുകൊണ്ടൊരടുപ്പം തോന്നില്ല. അവരിന് എന്ത് തന്നാലും നമുക്കൊരു സന്തോഷവും. കാരണം എന്താ അത്? അങ്ങനെ. അപ്പോൾ നോക്കി, ഈ കുട്ടികളെ രണ്ടിനും ചെറിയ കുട്ടികളാണ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആരും ഇല്ല കൂടെ, കാരണവരായിട്ട് ആരെന്നേ ഉള്ളൂ? ഈ മഹർഷി. ആ മഹർഷി എത്ര ഭംഗിയിലല്ലേ വിളിച്ചത്. അതായത് കേൾക്കുമ്പം ഒരു ആത്മാഭിമാനം തോന്നണ മാതിരി, കേൾക്കുമ്പം ഹൃദയത്തിലൊരു സന്തോഷവും ഒരു ശാന്തിയും ഒരു നന്മയും തോന്നണ മട്ടിൽ വേണം കുട്ടികളെയൊക്കെ വിളിക്കുക. എന്ന രീതിയിൽ കൊഞ്ചിച്ച് നാറി വഷളാക്കലല്ലാതെ അത് വേറെ ദുരിത. എന്താണ്? ചിലരങ്ങനെയുണ്ട്. അയ്യോ, കണ്ടിട്ടുണ്ട് ചിലരൊക്കെ കൊഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇജ്ജാതി ഒരു അതാണല്ല പെണ്ണല്ലാണ്ട് ചെയ്യുന്നിട്ട് എന്ത് ഒരു കാര്യവിവരത്ത് ചെറിയ മലർന്ന് കിടക്കണ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കൊഞ്ചിക്കണ മാതിരിയല്ല. കുറച്ചൊക്കെ ആയാൽ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യരുത്? വിളവിളോന്നാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. എന്നിട്ട് പിന്നെ ഇത് കുറേ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഒരു കഥയ്ക്കും കൊള്ളാണ്ടേ ആകുമ്പം പിന്നെ മറ്റേ ജാതി പണിയെടുക്കും. അതും മഹാമോശാണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാവത്തിൽ സ്നേഹമൊക്കെ ഉണ്ട്. ആ സ്നേഹത്തിനൊക്കെ നല്ല മട്ടിൽ പ്രകാശിപ്പിച്ച് നല്ല മട്ടിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കണം കുട്ടികളെ. അല്ലാതെ കൊഞ്ചിച്ചിട്ടും നശിപ്പിക്കരുത്, നിന്ദിച്ചിട്ടും നശിപ്പിക്കരുത്. അല്ലാതെ പ്രായോഗികമായ രീതിയിൽ കുട്ടി വളർന്ന് വരികയാണേ. അത് കൂടുതൽ പ്രായോഗികമായിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ നമ്മൾ സ്നേഹം ഉണ്ടെന്ന് കാണിക്കേണ്ടത് കൊഞ്ചിച്ചിട്ടല്ല, പ്രവൃത്തിയിൽ കാണിക്കണം. നമ്മൾ ആ കുട്ടിയെ ശാസിക്കുമ്പം ആ കുട്ടിക്ക് തോന്നണം എന്നെ ഉപദ്രവിക്കാനല്ല, കൂടുതൽ നേരെ. അപ്പം നമ്മൾ കുട്ടിയെ ചീത്ത പറഞ്ഞു എന്ന് കൂട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ചീത്ത പറയാച്ചാൽ ശാസിച്ചു, ചീത്ത വാക്ക് പറയരുത് കേട്ടോ കുട്ടികളെ. ചീത്ത പറയാച്ചാൽ ശാസിക്കുക എന്ന് കൂട്ടിക്കോളൂ. ശാസിച്ചതിൻ്റെ ശേഷം ആ കുട്ടിയെ വിളിച്ചിട്ട് എന്തിന് ശാസിച്ചു എന്ന് അതിനെ ബോധ്യപ്പെടുത്തണം. ഒരു കുഴപ്പമില്ല. ടീച്ചർമാരാണെങ്കിലും മാഷന്മാരാണെങ്കിലും ചെയ്തു നോക്കൂ. ക്ലാസ്സിനെ കുറിച്ച് അങ്ങോട്ട് മോശം കാണിച്ച എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടിക്കും വലിയ വിഷമായി. പോരുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് മോനെ ഒന്ന് പുറത്ത് തലോടിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. ആദ്യം പറഞ്ഞത് അപ്പോഴാണ് ഫലിക്കുക. ഏത്? ഈ ഒടുക്കം ചെയ്ത പണി ചെയ്യുമ്പോഴാണ് ആദ്യം പറഞ്ഞ ആ വാക്കുകളുടെ രൂക്ഷതയും തീക്ഷ്ണതയും അതിൻ്റെ ഭാവം ആർക്ക് മനസ്സിലാവുക? കുട്ടിക്ക്. അല്ല, നമ്മളതിന് തിരിഞ്ഞു നോക്കാണ്ട പോകുന്നു നോട്ടിക്കോളൂ. ആദ്യം പറഞ്ഞത് ഫലിക്കില്ല എന്ന് മാത്രമല്ല, പരസ്പരം ശത്രുതയാവും. ശത്രുക്കളായിട്ട് കുട്ടികളെ ഒരിക്കലും കൂട്ടരുത്. എന്തായിട്ടേ കൂട്ടാവൂ? അവനവൻ്റേതായിട്ടേ കൂട്ടാവൂ. അവനവൻ്റെ മക്കളെ നമ്മൾ എങ്ങനെയാണോ ശാസിക്കുക, എങ്ങനെയാണോ സ്നേഹിക്കുക, അങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്ക് നാട് മുഴുവൻ മക്കളുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അശ്ലീലം പറഞ്ഞതല്ല. ചിലർക്ക് അങ്ങനെയാണല്ലോ. എവിടെ പോയാലും കുട്ടികളാണ്. എന്താ കാരണം?
ഏത് കുട്ടിയും തൻ്റേതായിട്ടേ വരുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഭാവം അങ്ങനെയാണ്. ചില അമ്മമാരെ ചില കാരണവന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ വേണം നമ്മൾ അവരെ പരിഗണിക്കാനും സ്വീകരിക്കാനും കൊണ്ട് നടക്കാനെന്നാണ്. ഇവിടെ എന്താ ചോദിച്ചാൽ ആ ഒരു ഭാഷയാണ് ഇതിൽ പ്രയോഗിച്ചത്. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാ പ്രവർത്തി ഉത്തിഷ്ഠ, എഴുന്നേൽക്ക് ഉണ്ണിയെ, എഴുന്നേൽക്ക്, നമുക്ക് ഓരോന്നും ചെയ്യാനില്ലേ ഇനി, പുറപ്പെടണ്ടേ, വരൂ ഉണ്ണി എന്നൊക്കെ. ചില കുട്ടികൾ ഇപ്പോഴുണ്ട്, നമ്മുടെ നേരം പോക്ക് പറയും, ചില കുട്ടികൾ അങ്ങനെയുണ്ട്, ഒരു ശബ്ദം കേട്ടാൽ അപ്പോൾ ഉണരും. എന്താ കാരണം? അത് നമ്മളാരും രൂപപ്പെടുത്തണതല്ല, പക്ഷേ ആ ചില സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണത്. ഉണർന്നെണീട്ട് അവരുടെ കാര്യം, കുട്ടികളൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ എന്ത് ചെയ്ത് ശീലിപ്പിക്കണം, അവരവരുടെ കാര്യങ്ങളൊക്കെ അവരവരെ കൊണ്ട്. കുളിച്ചാലൊന്നും നേരെയാവില്ല, സഹായിക്കാം, പക്ഷെ ആരെന്നെ കുളിക്കണം? കുട്ടി ഒറ്റയ്ക്ക് കുളിക്കട്ടെ, സോപ്പ് തേക്കാൻ പഠിക്കട്ടെ, വെള്ളം ഒഴിക്കാൻ പഠിക്കട്ടെ, തലതോർത്തിയ വെടുപ്പാവില്ല. ശരി, അതിൻ്റെ ഉണ്ണി കൈകൊണ്ട് താരത്തിയാൽ വെള്ളമൊന്നും പോവില്ല. അപ്പോൾ നമ്മളതൊന്ന് സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് താനാണ് ഒറ്റയ്ക്ക് ചെയ്തത് എന്ന ബോധ്യ കുട്ടിയുടെ ഉള്ളിൽ വരുത്തിക്കണം നമ്മൾ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ണിപ്പോൾ ഒറ്റയ്ക്ക് കുളിക്കുക, ഞാൻ ഒറ്റയ്ക്ക് കുളിക്കും, ഓല്ലേ മുട്ടക്ക. അപ്പോൾ അതിനെന്തായി? അംഗീകാരമായി. എന്താ? ഒറ്റയ്ക്ക് തനിക്ക് പലതും സാധിക്കും. ആ കുട്ടി, അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ വിചാരിക്കണതിനേക്കാളും മിടുക്കന്മാർ. അല്ലാതെ ചില ബൊമ്മയുണ്ട്, ഇത് തുറന്നിങ്ങനെ ഇരിക്കും കാക്കട കുട്ടണ മാതിരി, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കറ തിരികെ കൊടുക്കണം. കാക്കട കുട്ടി കണ്ടിട്ടില്ലേ? ചിരിക്കാൻ പറഞ്ഞതല്ല. കാക്കട കുട്ടിയൊക്കെ മരത്തിൻ്റെ കൊമ്പത്ത് കാക്കടയും കിളിയുടെയൊക്കെ കുട്ടികളൊക്കെ അവരിങ്ങനെ അമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് വായിക്കാൻ തിരികെ കൊടുത്താൽ കുറ പറഞ്ഞങ്ങോട്ട് മുഴുങ്ങും. എന്ത് കൊണ്ടുവന്നാലും മുഴുങ്ങുന്നല്ലാതെ പിന്നെ ഇങ്ങനെ ഇരിക്കും. പിന്നെ വരുമ്പോൾ അങ്ങനെ ആവരുത്. പശുവിൻ്റെ കുട്ടി ഉണ്ടല്ലേ, എങ്ങനെയത്? ഓടണോ ചാടണോ, തുള്ളണോ ചാടണോ, തിന്നണോ ഓടണോ, അമ്മയുടെ തലയിലേക്ക് കയറണോ, എന്തൊക്കെയാണ്. അത് ഒറ്റയ്ക്ക് അതിൻ്റെ പണികളൊക്കെ ചെയ്ത് ശീലിക്കുകയാണേ. കഴിക്കാനത് ഒറ്റയ്ക്ക് അമ്മ പറയുക, പുല്ല് തിന്നടാന്നൊന്നും പറയുന്നില്ല പശു കുട്ടിയോട്. അതെന്ത് ചെയ്യും? അമ്മ ഇങ്ങനെ തിന്നുമ്പോൾ അമ്മയുടെ വായന്ന് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ തിന്നും. ശീലിച്ചിട്ടുണ്ടല്ലേ. അമ്മ ഒന്നും പണ്ടില്ല, ദഹിക്കില്ല ഉണ്ണിയെ വേവിച്ച് കഴിക്കണം എന്നും ആര് പറയില്ല. എന്താ തിന്നട്ടെ, പശുവല്ലേ തിന്നട്ടെ. വെള്ളം അമ്മ കുടിക്കുമ്പോൾ അതിന് തലേൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോയിട്ടിട്ട് എന്ത് ചെയ്യും? മത്സരിച്ച്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? തലേന്ന് എടുത്ത് കൊടുക്കും, കുടിക്കട്ടെ, നാളെ മറ്റന്നാൾ അത് ഒറ്റയ്ക്ക് കേട്ടോ. അങ്ങനെ ഈ കോഴികൾ കുട്ടികളെ കണ്ടിട്ടില്ലേ പഠിപ്പിക്കുന്നത്? എന്താല്ലേ അങ്ങനെ ഓരോന്ന്. കുറച്ച് പ്രായം ശത്രുക്കളോട് അങ്ങനെ ചെയ്യില്ല ആര്? പശു അങ്ങനെയാണ്. കറവയൊക്കെ കഴിഞ്ഞ കുറേ പ്രായമായ കുട്ടികൾ പിന്നെ എന്ത് ചെയ്യില്ല, ഇനി ഒറ്റയ്ക്ക് ഓടിക്കും. ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും ഓടിക്കും. പിന്നെ കുറച്ച് പ്രായമായ പിന്നെ ഇൻറ്റിമേറ്റ് ക്ലോസ് ഫ്രണ്ട്സാണ് ആര്? പശുവിൻ്റെ കുട്ടി അമ്മക്ക് വലിയ പശുക്കളായാൽ പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ആലോചിക്കൊന്നുമില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ജന്തുക്കൾക്ക് പോലും അറിയാം കുട്ടികളെ എങ്ങനെയാണ് പരിപാലിച്ച് ഉണർത്തി കൊണ്ടുവരേണ്ടതെന്ന്. അതറിയാ വെറുതെ നമ്മളിനിപ്പോൾ നേരത്തെ അല്ലേ. അപ്പം എങ്ങനെയാണ്? അറിയാത്തൊരു കൂട്ടരേ ഉള്ളൂ. അതാരാണ്? മനുഷ്യന്മാർ. പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികളെയൊക്കെ നമ്മൾ പ്രാപ്തന്മാരാക്കിയിട്ട് വളർത്തണം. എന്തുകൊണ്ട് ചോദിച്ചാൽ എന്നും നമ്മളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കാലം കഴിഞ്ഞാൽ ആ കുട്ടി മിടുക്കനായിട്ട് ഇരിക്കണം. ചില കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ, നല്ല മിടുക്കന്മാർ. ചെറിയ മക്കൾ നമുക്ക് തോന്നും, ബഹുമാനം തോന്നും അവരോട്. എന്താ കാരണം വെച്ചോണ്ടോ, പ്രായത്തിനേക്കാളും കവിഞ്ഞ കഥയുള്ളവർ. എങ്ങനെയാണ് അവരിങ്ങനെയാവണു? കോളേജിൽ പോയിട്ടോ, സ്കൂളിലേക്ക് പോയിട്ടോ അല്ല, അതൊക്കെയാണ് പ്രാപ്തി. ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഉത്തിഷ്ഠ നരേശ ഉണ്ണിയോളെ എഴുന്നേൽപ്പിച്ചു. രണ്ടാളും രാമകൃഷ്ണന്മാരെ എഴുന്നേറ്റു. എന്നിട്ട് പറയാം, തസ്യ ഋഷേഹേ പരമോദാരം വചശ്രുത്വ നൃപാത്മജൗ സ്നാത്വാ കൃത്വോദകൗ വീരോ ജയപദോ പരമം ജപ. അവരെന്ത് ചെയ്തു? തസ്യാഹ, ആ മഹർഷിയുടെ പരമോദാരം വച. ആ പ്രയോഗം നോക്കൂ, എന്താ പറഞ്ഞത്? മഹർഷിയുടെ വാക്ക് എങ്ങനത്തെന്നാ പറഞ്ഞത്? ഉദാരം ചേർത്തത്. ഉദാരം, വളരെ ഉദാരമതി എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? വളരെ നല്ല മനസ്സ്, നല്ല പട്ട് പോലെയുള്ള മനസ്സുള്ള ആളെ ഉദാരമതി. ഒരാളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ അതിന് അയ്യോ പാവം, അതിനനുസരിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. ഒരാൾ വയ്യാണ്ട് നടക്കാൻ അങ്ങോട്ട് വയ്യോ, എന്താ കയ്യാൻ പിടിക്കാലോ എന്നൊക്കെ. ഉദാരമതികളെ അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പോൾ വലിയ റോഡ് മുറിച്ച് കിടക്കാൻ അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. വണ്ടിക്കാരിങ്ങനെ ഭോ പറഞ്ഞു പോകണം. വെയിൽ കൊണ്ട് നിൽക്കുക, കുറച്ച് കഴിഞ്ഞാൽ വീഴും. ആര്? കുറേ നേരം വെയിലുണ്ടോ, കുറേ നിൽപ്പ് നിന്ന് വീഴില്ലേ. അപ്പോൾ ആ സ്കൂളിലേക്ക് പോകണം. കുട്ടി എന്ത് ചെയ്തു? അയ്യോ വല്യമ്മ അവിടെ കുറഞ്ഞ ഞാൻ കുറച്ച് നേരം നാമ ഇങ്ങോട്ട് വരും. ആ പയ്യ ഇങ്ങോട്ട് കൈ ഇങ്ങോട്ട് പിടിച്ചു. നിങ്ങൾക്ക് അവിടേക്കാണ് പോകാനുള്ളത്. അവിടെ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് രണ്ട് ഭാഗത്തും വണ്ടികളെ അവിടെ നിർത്തി നടക്കിക്ക് നിൽക്കുക. അവിടെ വല്യമ്മ പോയിട്ട് പോയാൽ മതി പറഞ്ഞു. വളർത്തി വിട്ടു. ആ വല്യമ്മയ്ക്ക് സന്തോഷമായി. ഉണ്ണിയെ നന്നായി എന്ന് പറഞ്ഞു കേട്ടോ. ആ ഉണ്ണിയുടെ മനസ്സ് പരമോദാരമായ മനസ്സാണ്. ഇപ്പോൾ ഉദാരമനുസരിച്ച് എന്താർത്ഥം? വിഷമിക്കണവരുടെ വിഷമം കാണുമ്പം അലിയണ മനസ്സാവുക. അതിന് തന്നെ കൊണ്ടാവണം എന്തെങ്കിലും പരിഹാരം ആവും പോലെ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുക. അതാണ്. വെറുതെ ഇങ്ങനെ തോന്നിയാൽ പോരാ. കണ്ടില്ലേ? ഈ മഹർഷിയുടെ പരമോദാരം വച്ച കണ്ടു. എന്തോ ഒരു നല്ല ആ കുട്ടികളെ ഉണർത്തി കൊണ്ടുവരുന്ന വാക്ക് കേട്ടിട്ട് കുമാരന്മാർ രണ്ടും എഴുന്നേറ്റു, പിടിച്ച് കുലുക്കി.
വിളിച്ചുണർത്തിന്നൊന്നും ഉണ്ടായില്ല. അവർ വേഗം എഴുന്നേറ്റു. സ്നാത്തുക, പോയി കുളിച്ചു, വേഗം പുഴയിൽ പോയി കുളിച്ചു. സ്നാത്തുക എന്നിട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു? കുളി കഴിഞ്ഞതിൻ്റെ ശേഷം കൃത്യോദകവും ചെന്നർത്ഥം അർഘ്യതർപ്പണാദികളൊക്കെ ചെയ്തു കുളിച്ച് സന്ധ്യാവന്ദനം കഴിക്കണമല്ലോ. അപ്പോൾ അതിന് അർഘ്യം തർപ്പണങ്ങളൊക്കെ ചെയ്തിട്ട് ആ വീരകുമാരന്മാർ ജപത്തോ പരമം ജപം, അവർ ജപിക്കേണ്ട സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് ജപിച്ചു. രാവിലത്തെ കുളിയും ജപവും സന്ധ്യാവന്ദനമൊക്കെ ഇല്ലേ, അതൊക്കെ ഭംഗിയിൽ ചെയ്തു. അങ്ങനെ എന്താ ഉണ്ടായത്? കൃതാന്യകൗ മഹാവീരോ വിശ്വാമിത്രം തപോധനം അഭിവാദ്യ അഭിസംഹൃഷ്ടൗ ഗമനായ അപിധസ്തതു. അത് പ്രത്യേകം ധരിച്ചോളൂ. കുളിയും സന്ധ്യാവന്ദനം കഴിഞ്ഞതിൻ്റെ ശേഷം കൃതാന്യകം സന്ധ്യാവന്ദനം ചെയ്തതിൻ്റെ ശേഷം ആ കുമാരന്മാർ വിശ്വാമിത്രൻ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് അഭിവാദ്യ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് നോക്കൂ. ആ കുട്ടികളുടെ ഒരു വിവരം കണ്ടില്ലേ? ഗുരുനാഥന്മാരെയൊക്കെ നമസ്കരിക്കുക എന്നുള്ള. ഗുരുനാഥനെ നമസ്കരിച്ചു, അദ്ദേഹം അനുഗ്രഹിച്ചു. അഭിസംഹൃഷ്ടവും സന്തോഷത്തോടെയാണ് അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ താടിയുള്ളവരെയൊക്കെ കണ്ട എന്ത് വെറുതെ നമസ്കാരം, അങ്ങനെയാണ് നമസ്കരിച്ചത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അങ്ങനെ ഒരു മുഷിഞ്ഞിട്ട് ഇഷ്ടക്കേടോടെ അല്ല. ആരെങ്കിലും പറയണമെന്ന് കേട്ടിട്ട് അഭിസംഹൃഷ്ടവും വലിയൊരു ഗുരുനാഥനെയാണല്ലോ നമുക്ക് കിട്ടിയത്, എത്ര വലിയൊരു വാത്സല്യമുള്ള ഗുരുനാഥനെ കിട്ടിയില്ലേ എന്നുള്ള സന്തോഷത്തോടെ ഇങ്ങോട്ട് നമസ്കരിച്ചു. അഭിവാദ്യമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അനുഗ്രഹം വാങ്ങി അവർ ഗമനായ. ഇനി പോണ്ടേ? പോവല്ലേ? ഊണ്ണികളെ കഴിഞ്ഞല്ലോ അല്ലേ, എന്നാൽ നമുക്ക് നടക്കല്ലേ, വരൂ പോവാ. ആര് പുറപ്പെട്ടു? വിശ്വാമിത്രരുടെ കുട്ടികളെ ഇട്ട് പുറപ്പെട്ടു. എവിടെ എത്തി എന്നിട്ട് നമുക്ക് നോക്കാട്ടോ. ഇനി ഈ ഭാഗം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വിശ്വാമിത്രരും കോഴ്സ് തുടങ്ങുകയാണ്. എന്താണ്? വിശ്വാമിത്രരും ഈ കുമാരന്മാരും കൂടിയുള്ള സമ്പ്രദായം വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. വാൽമീകി രാമായണത്തിൽ ഇത്ര വിസ്തരിച്ചിട്ടില്ല. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം. അപ്പോഴേക്ക് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് മുമ്പിലേക്ക് വന്നിരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.